ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബൈക്സ് ഡ്രോയിങ് 3യുടെ ന്യൂ അപ്ഡേഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫുൾ അപ്ഡേഷനും കഴിഞ്ഞു. അതായത് ഏപ്രിൽ 6 ഒരു ചെറിയൊരു അപ്ഡേഷനും കൂടി വന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇനി ഇത്തിരി കഴിയുമ്പോൾ രണ്ട് വീഡിയോ ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വീഡിയോ എന്താണെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രോയിങ് 3യുടെ അകത്ത് ഫുൾ ന്യൂ ചീറ്റ് കോഡ്സ് ആണ്. ആർജസ് ടൂളിൻ്റെ പിന്നെ നമ്മുടെ കോളിൻ്റെ സെക്ഷൻ്റെ അകത്ത് ന്യൂ ചീറ്റ് കോഡ്സ് വന്നിട്ടുള്ളതൊക്കെയാണ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് മുന്നേ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് പോകാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ചീറ്റ് കോഡ്സ് ഒക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ 3005 നിസാൻ GT-R ആൻഡ് ZX-10R KTM. ഓക്കെ, ഇനി ആർജസ് ടൂളിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആർജസ് ടൂളിൻ്റെ അകത്ത് നേരത്തെ ഇവിടെ ഫസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ അതെ ഞാൻ കാണിച്ചു തരാം. P അടിക്കുക ആൻഡ് 4 അടിക്കുക. അവിടെ ഇപ്പതാ ഈ ന്യൂ ലൈറ്റ് ആയിരുന്നു മുന്നേ. അതിന് മുമ്പ് വന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഈ ട്രീസൊക്കെ വെക്കാനായിട്ടില്ല. ഈ എനിക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന സാധനമാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അത് പോയെന്നാരും വിചാരിക്കേണ്ട, അതുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് P11, അതിൻ്റെ ചെറുത് P12, അതിൻ്റെ വലിയത് P30, അതിൻ്റെ വലുത് ഈ കാണുന്നത് അവിടെ ഉള്ളത്. ഇനി P14 ഉണ്ടോ നോക്കാം. നമുക്ക് P14 ഇല്ല. ഓക്കെ, ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ B11 ഉണ്ടാന്ന് നോക്കാം. നമുക്ക് ഇല്ല. H11 ഇല്ല. T6 ഉണ്ടോന്നറിയോ? T6 വരെ ഉണ്ട്. ഓക്കെ, അപ്പം T7 വന്നോ നോക്കാം നമുക്ക്. ഓക്കെ, ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് വന്നിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത വാൾ 3 വന്നിട്ടുണ്ട്. വാൾ 3. ഓക്കെ, ഇതാണ് നമ്മുടെ വാൾ 3. എല്ലാത്തിൻ്റെയും ചീറ്റ് കോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൻ്റെ അകത്തായിട്ട് തന്നെ പോവാം. അതായത് നമ്മുടെ കുറച്ച് സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. ന്യൂ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസിന് നമ്മൾ ഇത്തിരി കൂടി ഡാർക്ക് ഒരു കളർ ആയിട്ടുണ്ട്. അതിന് നമ്മളിവിടെ HOUSE ഹൗസ് COLOUR കളർ ഗ്രേ എന്നടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഹൗസ് കളർ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അത് എന്നാണെന്ന് വെച്ചാൽ HOUSE ഹൗസ് COLOUR ഹൗസ് കളർ GRAY ഗ്രേ. ഓക്കെ, അങ്ങനെ അടിക്കുമ്പോൾ ഈ കളറായിരിക്കും വന്നത്. ഇനി നമുക്ക് ചീറ്റ് കോഡ്സ് ഒന്നും അടിക്കാതെ വന്നൊരു സംഭവമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ കളർ മാറിയത്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ്റെ കളർ ഒരിത്തിരി ഡാർക്കാണ്. അയ്യാ, വണ്ടി കണ്ടുപിടിപ്പിച്ച്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ കളർ ഡാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഏപ്രിൽ 6 വന്നിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഓക്കെ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ നേരത്തെ കളർ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇതെല്ലാം കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആർജസ് ടൂളിൻ്റെ അകത്ത് തന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മളിവിടെ ഏതെങ്കിലും ബിൽഡിങ്ങോ എന്തെങ്കിലും ഒരു സാധനം വിളിക്കുക. ഞാൻ B2 വെച്ചൊരു ബിൽഡിംഗ് വിളിച്ച് ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ
മൂഡ് ഓൺ ചെയ്യണം. മൂഡ് ഓൺ അടിച്ച് വെച്ചും നമ്മുടെ പിസ്റ്റൽ എടുക്കുക. പിസ്റ്റൽ എടുത്ത് വെച്ചും നമ്മൾ ഇവിടെ ഇത് വിളിച്ചിരിക്കുന്ന സ്ഥാനത്തായിട്ടൊരു ടിഷ്യൂ അത് പോയി റിമൂവ് ആക്കിയോളും. അതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്ലിയർ ഡേറ്റ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, തനിയെ പൊക്കോളും. ഓക്കെ, വേണേൽ ഞാൻ 1-2 കൂടി വിളിക്കാം. ഇതാ എന്ത് വേണേലും നമ്മുടെ P1 വിളിച്ചു, അതിന് ഞാൻ P2 ആയിരുന്നു വിളിച്ചത്. P2 വിളിച്ചു, അത് പോയി. ഇനി നമുക്ക് P10 വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഓക്കെ, ഇനി ഇത് കളയാൻ AK-47 അല്ല, പിസ്റ്റൽ എടുത്തു, ഒരൊറ്റ വെടി, അത് പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.